വെഞ്ഞാറമൂട് കോട്ടക്കൊലപാതകത്തിൽ പോലീസ് കൂടുതൽ തെളിവ് ശേഖരണം തുടരുകയാണ്. കൊലപാതകങ്ങൾ നടന്ന വീടുകളിലും പ്രതി അഫാൻ യാത്ര ചെയ്ത സ്ഥലങ്ങളിലും ഇന്ന് പരിശോധനകൾ നടത്തുകയാണ്. ആശുപത്രിയിൽ കഴിയുന്ന ഈ പ്രതിയുടെ മാതാവ് ഷെമിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. വെഞ്ഞാറമൂട് ശ്രീഗോകുലം മെഡിക്കൽ കോളേജിലെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലാണ് ഷെമി ഇപ്പോഴുള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് മുന്നിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഫാൻ ചികിത്സയിലുള്ളത്. അവിടെ നിന്ന് ഷെവീദ് റാവുത്തർ ചേരും. അതുപോലെ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ തത്സമയം ചേരുകയാണ്. ഷെവീദ്, ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. ഷെവീദ് റാവുത്തർ, ഇന്ന് ശരിക്കും അന്വേഷണം കുറച്ചുകൂടി തകൃതിയായി നടക്കും. ഇപ്പോഴും പോലീസിന് ചില സ്പെക്കുലേഷൻസും ഊഹങ്ങളും മാത്രമാണുള്ളത്. കൃത്യമായി എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഷെമിയോട് സംസാരിക്കാൻ കഴിയണം. ഈ അഫാനുമായി തെളിവെടുപ്പ് നടത്തണം. എന്തൊക്കെയാണ് വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്? ഗുഡ് മോർണിംഗ്. എസ് കെ പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട നടപടികൾ തന്നെയാണ് ഇനി പോലീസിന് മുൻപിലുള്ള ഏക പോംവഴി. പോലീസിനെ സംബന്ധിച്ച് എസ് കെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ വലിയ ഞെട്ടലുണ്ടാക്കിയ സംഭവമാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് എന്താണ് ഈ കൊലപാതകത്തിന്റെ മോട്ടീവ് എന്നുള്ള കാര്യം ഏതെങ്കിലും തരത്തിലുള്ള സോളിഡായ അല്ലെങ്കിൽ കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസുകളുടെ പുറത്ത് പോലീസിനെ ഉറപ്പിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ 5 പേരുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചത്. അതിനുശേഷം പോലീസ് ആദ്യം ചെയ്തത് ഇവരുടെ ബന്ധുക്കളിൽ നിന്നുള്ള വിവരശേഖരണമാണ്. ആ വിവരശേഖരണം ഏതാണ്ട് ഇന്ന് പുലർച്ചയോടുകൂടി പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. സൗത്ത് സോൺ IG ആയിട്ടുള്ള ശ്യാം സുന്ദറിന്റെ മേൽനോട്ടത്തിൽ നമുക്കറിയാം തിരുവനന്തപുരം റൂറൽ SP-യുടെ അന്വേഷണ ചുമതലയിൽ 3 DYSP-മാരാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. വളരെ വിപുലമായിട്ടുള്ള സംഘം 2 പോലീസ് സ്റ്റേഷൻ പരിധികളിലായി നടന്ന ക്രൈമാണ്. അതുകൊണ്ട് തന്നെ വളരെ വിപുലമായ ഒരു അന്വേഷണ സംഘം ഈ കേസിന്റെ അന്വേഷണം നടത്തി വരികയാണ്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. ഇവിടെ 72 മണിക്കൂർ അഫാനെ നിരീക്ഷണത്തിൽ വേണം എന്നുള്ളതാണ് ഇന്നലെ പ്രത്യേക മെഡിക്കൽ സംഘം പറഞ്ഞ കാര്യം. അതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ ആ മെഡിക്കൽ നിരീക്ഷണത്തിൽ തുടരുകയാണ്. അഫാനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമൊക്കെ പോലീസ് മൊഴിയെടുക്കാൻ ശ്രമം നടത്തിയെങ്കിലും അയാൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു. മാത്രമല്ല ഇയാൾ പറയുന്ന മൊഴികളിൽ പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങളും പോലീസ് മണക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇയാൾ അവിടേക്ക് എത്തി തിരികെ വെഞ്ഞാറമൂട്ടിലേക്ക് എത്തിയതിനു ശേഷം ഇയാൾ എന്ത് ചെയ്തു എന്നുള്ള കാര്യത്തിൽ അവ്യക്തതയുണ്ട്. ഇയാളുടെ മൊബൈൽ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് പോലീസ് അയച്ചിട്ടുണ്ട്. സ്കേൻ മറ്റെല്ലാവരെയും പോലെ നമ്മളെയും ചിന്തിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മളും ഈ ആകാംക്ഷയോടെ നോക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്, എന്തായിരുന്നു അതിൻ്റെ മോട്ടീവ് എന്നുള്ളതാണ്. നമ്മൾ പല ബന്ധുക്കളോടും അഫാന്റെ പല ബന്ധുക്കളോടും സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു പലതരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അത് പരിഹരിക്കാൻ കഴിയുന്ന സാമ്പത്തിക പ്രശ്നങ്ങളായിരുന്നു. അഫാന്റെ സ്വഭാവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ബന്ധുക്കൾക്ക് അറിയില്ല. പക്ഷേ വളരെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞു കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി അഫാന്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങളുണ്ട്. ഇന്നലെ അഫാനെ ഈ ക്രൂരകൃത്യം 5 പേരെയും കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ ഈ ഓട്ടോറിക്ഷയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരുന്നു. ആ ഓട്ടോറിക്ഷ ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ നമ്മളോട് സംസാരിച്ചപ്പോൾ അവരും പറഞ്ഞത് അഫാൻ വെൽ ഡ്രസ്ഡായി ഓട്ടോറിക്ഷയിൽ വന്ന് കയറി ബൈക്ക് മോശമാണെന്ന് പറഞ്ഞ് വർക്ക്ഷോപ്പിൽ ഇറക്കാൻ ആവശ്യപ്പെട്ടു. അതിനുശേഷം അഫാൻ ആ ഓട്ടോറിക്ഷയിൽ കാര്യമായ ഒന്നും ആ ഓട്ടോറിക്ഷ ഡ്രൈവർ ശ്രീജിത്തിനോട് സംസാരിക്കാതെ മൊബൈൽ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അത് കേന്ദ്രീകരിച്ചും പോലീസിന് ചില സംശയങ്ങളുണ്ട്. അതും പോലീസ് ഇപ്പോൾ നടത്തി വരുന്നു. പ്രത്യേകിച്ച് അഫാൻ ഏതെങ്കിലും തരത്തിലുള്ള ഡാർക്ക് വെബ് സെർച്ചുകൾ നടത്തിയിരുന്നോ, അഫാൻ ഡാർക്ക് വെബുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നോ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് സംശയിക്കുന്നു. അതിലും അന്വേഷണം നടക്കുന്നുണ്ട്. മാത്രവുമല്ല ഒരു ഇൻസ്റ്റന്റ് കൊലപാതകമാണെങ്കിൽ ആദ്യ രണ്ട് ശ്രമങ്ങൾ, അതിലൊന്ന് സ്വന്തം അമ്മ ഷെമിയെ കൊലപ്പെടുത്താനുള്ള ശ്രമം, 2 സൽമ ബീവിയെ കൊലപ്പെടുത്തിയ സംഭവം, അതിനുശേഷം നടത്തിയ ക്രൂരകൃത്യങ്ങളൊക്കെ ഒരേ ഓപ്പറേഷൻ ആയിരുന്നു. അതായത് അതെല്ലാം ചുറ്റിക കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തുന്ന രീതിയിലേക്കായിരുന്നു. പ്രത്യേകിച്ച് ഈ പിതൃ സഹോദരനായിട്ടുള്ള ലത്തീഫിനെ 20ഓളം തവണ കൊലപ്പെടുത്തുന്ന വൈരാഗ്യത്തിലേക്ക് അഫാനെ കൊണ്ട് എത്തിച്ച കാരണങ്ങൾ ഉൾപ്പെടെ പോലീസിന് കൃത്യമായി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ആ രീതിയിലുള്ള അന്വേഷണം അതിപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അതിനുവേണ്ടിയിട്ട് ഇയാളുടെ ബ്ലഡ് സാമ്പിൾ പരിശോധിക്കാനുള്ള നടപടി ഇന്ന് പോലീസ് നടത്തും. പ്രാഥമികമായി ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നുള്ള കണ്ടെത്തൽ പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷേ അത് ശ്യാം സുന്ദർ, സൗത്ത് സോൺ IG ആയിട്ടുള്ള ശ്യാം സുന്ദർ അടക്കം ഉറപ്പിക്കുന്നില്ല. അതിന് കൂടുതൽ പരിശോധനാ ഫലത്തിന് വേണ്ടി കാക്കണം എന്നുള്ളത് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കാനുള്ള പോലീസിന്റെ നീക്കങ്ങൾ ഇന്ന് നടത്തും. തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ നാളെയോ മറ്റന്നാളിലോ ഒക്കെ കഴിഞ്ഞിട്ടേ ഉണ്ടാവുകയുള്ളൂ. ഇയാളെ മെഡിക്കൽ കോളേജിൽ നിന്ന് മാറ്റിയ ശേഷമേ ഉണ്ടാവുകയുള്ളൂ. ഏതായാലും ഒരു നാടാകെ ഞെട്ടിത്തരിച്ച ഒരു സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് 3 DYSP-മാർ ഒരേ സമയം അന്വേഷണം നടത്തി അതിന്റെ യാഥാർത്ഥ്യം എന്താണ് അത്ര 5 പേരുടെ ജീവനെടുക്കാനുള്ള ഒരു കാരണത്തിലേക്ക് 23-കാരനെ നയിച്ച സംഭവം എന്നുള്ള കാര്യത്തിൽ വിശദമായ അന്വേഷണം തുടരുകയാണ്. സ്കേൻ. ഓക്കെ, താങ്ക് യു ഷെവീദ് റാവുത്തർ. ഇനി വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ മുന്നിൽ നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ കൂടി ചേർന്നു. ഗുഡ് മോർണിംഗ് ഉമേഷ് ബാലകൃഷ്ണൻ. എന്താണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം? ഇന്ന് തെളിവെടുപ്പ് ഏത് രീതിയിലായിരിക്കും പോവുക?
ഗുഡ് മോർണിംഗ് എക്സ്കേൻ. ഇനി പോലീസിന് മുന്നിൽ ശേഖരിക്കാനുള്ളത് ഡിജിറ്റൽ എവിഡൻസുകളും സാഹചര്യ തെളിവുകളുമാണ്. 3 ക്രൈം സീനുകളിൽ നിന്നുള്ള ലഭിക്കാവുന്ന ഒട്ടുമിക്ക വിവരങ്ങളും ഫോറൻസിക് സംഘത്തെ ഉപയോഗിച്ച് പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. കൊലപാതകത്തിന് ഉപയോഗിച്ച ഈ ചുറ്റിക അടക്കമുള്ള പോലീസ് ഫോറൻസിക്കിനെ ഉപയോഗിച്ച് മാറ്റിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനിയുള്ളത് ഡിജിറ്റൽ തെളിവുകളാണ്. അതിൽ ഏറ്റവും സുപ്രധാനം ഈ അഫാൻ പോയ സ്ഥലങ്ങൾ, പാങ്ങോട് ഒപ്പം യസൻപുരം ഒപ്പം അതിനുശേഷം സ്വന്തം വീട്ടിലേക്ക്, ഈ സ്ഥലങ്ങളിലേക്ക് സഞ്ചരിച്ച സമയക്രമങ്ങൾ തുടങ്ങിയവുമായി എല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. ഈ ഹാമർ അടക്കം വാങ്ങിയ സ്ഥലങ്ങൾ, അവിടെ എത്ര സമയം ചെലവഴിച്ചു തുടങ്ങിയ കാര്യങ്ങളുമായെല്ലാം ഈ മൊഴികളെല്ലാം സാധൂകരിക്കുന്ന ഡിജിറ്റൽ എവിഡൻസുകൾ ശേഖരിക്കുന്നതിനൊപ്പം തന്നെയാണ് ഈ ഫോണിൻ്റെ ഫോറൻസിക് പരിശോധന. നേരത്തെ ഷഫീദ് പറഞ്ഞതുപോലെ ഫോണിൻ്റെ ഉപയോഗം ശ്രീജിത്തിൻ്റെ ഒപ്പം ഓട്ടോയിൽ, അതായത് വീടിന് മുന്നിൽ ബൈക്ക് വെച്ച ശേഷം ശ്രീജിത്തിൻ്റെ ഓട്ടോയിലാണ് ഈ കാണുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് അഫാൻ എത്തുന്നത്. അഫാൻ എത്തി ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കയറിപ്പോയതിനു ശേഷം എന്തുകൊണ്ടാണ് ശ്രീജിത്ത് ഈ ഫോണിൽ സെർച്ച് ചെയ്തത്? കാരണം ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയിട്ടും ഫോണിലായിരുന്നു അഫാൻ ഉണ്ടായിരുന്നത്. മറ്റ് സോഷ്യൽ മീഡിയയിൽ മറ്റ് ഒരു അപ്ഡേറ്റുകളൊന്നും ഈ സമീപകാലത്തൊന്നും നടത്തിയിട്ടില്ല. അപ്പോൾ എന്താണ് അഫാൻ ഫോണിൽ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് പോലീസിന്റെ സംശയം. ഒപ്പം തങ്ങൾ കുടുംബത്തോടെ കൂട്ട ആത്മഹത്യക്ക് ഉള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്ന് അഫാന്റെ മൊഴിയുണ്ട്. സ്വാഭാവികമായി അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള സെർച്ചുകൾ, ഈ കൂട്ട ആത്മഹത്യ ചെയ്യാനുള്ള മാർഗങ്ങൾ തുടങ്ങിയവയെല്ലാം മൊബൈലിൽ സെർച്ച് ചെയ്തിരുന്നു. തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് ഈ ഫോണിൽ ഫോറൻസിക്കിന് കൈമാറി പരിശോധിക്കുന്നത്. ഈ രീതിയിൽ ഡിജിറ്റൽ തെളിവുകളും സാഹചര്യ തെളിവുകളുമാണ് ഇന്ന് പോലീസ് ശേഖരിക്കുന്നത്. പോലീസ് ഈ 3 വീടുകളും 3 ക്രൈം സീനുകളിലും നേരിട്ടെത്തി ഇന്ന് കൂടുതൽ പരിശോധനകൾ നടത്തും. കൂടുതൽ മൊഴികൾ ഇതുമായി ബന്ധപ്പെട്ട് ദൃക്സാക്ഷികളുടെയും ഈ ക്രൈം സീനുകളിലേക്ക് പോയത് കണ്ട ആളുകളുമെല്ലാം ഉണ്ട്. CCTV ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. ഹോട്ടലിലടക്കം പോയ സ്ഥലങ്ങളിൽ നമ്മളിത് കണ്ടതാണ്. ആ സ്ഥലങ്ങളിലെത്തി വിവിധ മൊഴികൾ ശേഖരിക്കും. തുടർ നടപടികൾ ഈ രീതിയിൽ ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസിന്റെ തീരുമാനം. SKN. താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ. എന്തായാലും കൂടുതൽ തെളിവെടുപ്പുകൾ നടക്കുമ്പോൾ ഇതിനകത്തുള്ള ചില ദുരൂഹതകൾ മാറും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം.